പൗരത്വ നിയമ ഭേദഗതി നിയമം കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തതിനെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം കടുപ്പിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന ന്യായീകരണവുമായി മുസ്ലിം ലീഗ്. സിഎഎ വിഷയത്തിലെ യുഡിഎഫ് നയം ഇടതുപക്ഷം ചർച്ചയാക്കുമ്പോഴാണ് വിഷയത്തിൽ പ്രതിരോധിക്കാനാവാതെ ലീഗ് നേതൃത്വം കുഴങ്ങുന്നത്. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പേര് ഇവിടെയാണ് പറഞ്ഞത്, അത് വീണ്ടും ആവർത്തിക്കാം. രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ ഒരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ ലോകത്തിലെയും രാജ്യത്തിലെയും സകല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. ഇതിനെപ്പറ്റി മാത്രം പ്രതികരണമില്ല. ഏതിനെപ്പറ്റി? പൗരത്വ നിയമ ഭേദഗതിയെ പറ്റി. എന്തേ നിങ്ങൾ പ്രതികരിക്കാതിരുന്നത്? ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ വന്നാലെങ്കിലും ആ സമയത്തെങ്കിലും നിങ്ങൾ പ്രതികരിക്കുന്ന ആൾ പ്രതീക്ഷിച്ചല്ലോ, ഉണ്ടായില്ലാലോ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു വാചകം ഉണ്ടായോ? അത്തരമൊരു പരാമർശം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലില്ല. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം സിഎഎ വിഷയത്തിലെ കോൺഗ്രസ് സമീപനമുയർത്തി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ പിണറായി വിജയൻ ഇങ്ങനെ വിമർശനം കടുപ്പിക്കുകയാണ്. ഇതാണിപ്പോൾ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കിയത്. മുഖ്യമന്ത്രിയുടെ വിമർശനം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം ഇതായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അദ്ദേഹം നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ നമ്മളെന്തിനാ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു? ഒരു പ്രകടന പത്രികയല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാജ്യത്തിലെ തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളുമാണ്. ഇല്ല, എവിടെയൊക്കെയോ ഇത് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പച്ചക്കള്ളല്ലേ പറഞ്ഞത്, ആരും എതിർത്തിട്ടില്ല. എല്ലാവരും എതിർക്കുന്ന വീഡിയോ നാട് മുഴുവൻ നടന്നില്ലേ? എന്നിട്ട് മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞോ? എനിക്ക് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞോ? ഇനി അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകാത്തതുകൊണ്ടാണോ? എനിക്ക് അറിഞ്ഞൂടാ. സിഎഎ വിഷയത്തിലെ UDF നയം ഇടതുപക്ഷം ചർച്ചയാക്കുമ്പോഴാണ് വിഷയത്തിൽ പ്രതിരോധിക്കാനാവാതെ ന്യായീകരണങ്ങൾ കണ്ടെത്തി ലീഗ് നേതൃത്വം കുഴങ്ങുന്നത്. നാളെ സിഎഎയിലെ കോൺഗ്രസ് സമീപനം മറ്റ് മുസ്ലിം സംഘടനകൾ തന്നെ ഉയർത്തിയാൽ അത് UDFന് തിരിച്ചടിയാവും എന്ന കാര്യം ഉറപ്പാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ സിഎഎ വിഷയം CPM വലിയ ചർച്ചയാക്കുന്നതും. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്.